അകമ്പൊരുൾ സംഘടിപ്പിച്ച ഈ മജ്‌ലിസ് പുണ്യ റസൂലിനെക്കുറിച്ചുള്ള നമ്മുടെ വൈകാരികവും ജ്ഞാനപരവുമായ ചരിത്രം ഓർമ്മിക്കുന്നതിനും ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. പ്രവാചക ചരിത്രത്തെ വെറും വഷളത്തരങ്ങളും യുദ്ധങ്ങളും നിറഞ്ഞ ഗർഹണീയമായ ഏടുകളായി മാറ്റിപ്പണിത മുആവിയൻ കിങ്കരന്മാരുടെയും അവരെ തുടരുന്ന പണ്ഡിതന്മാരുടെയും കൈകളിൽ നിന്ന് പുണ്യ റസൂലിൻ്റെ സ്ഫടിക സമാനമായ ശുഭ്രതയാർന്ന തെളിമയുള്ള ചരിത്രത്തെ വേർതിരിച്ചെടുത്ത് നമുക്കും സമൂഹത്തിനും ആ ദിവ്യശോഭ അനുഭവിക്കുന്നതിന് അവസരമൊരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. പ്രവാചകൻ ആരാണ്? എന്തിനാണ് ആ തിരുപ്പിറവി ഉണ്ടായിട്ടുള്ളത്? പ്രവാചകൻ്റെ ചുറ്റുമുള്ളവരാരായിരുന്നു എന്നതൊക്കെ നാം സത്യസന്ധമായി പഠിക്കണം. പുരോഹിതന്മാരുടെ കള്ളക്കഥകളിൽ കുരുങ്ങിക്കിടക്കുന്ന പ്രവാചക ചരിത്രത്തെ വിശുദ്ധ ഖുർആനിൻ്റെ അരിപ്പയിലൂടെ അരിച്ചെടുത്ത് നമുക്ക് അത് നുകരണം. ആരൊക്കെയോ മലിനപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് എക്കാലവും രത്നം പോലെ തിളങ്ങുന്ന പുണ്യപ്രവാചകൻ്റെ ആ സ്വർണശോഭയാർന്ന ചരിത്രത്തെ അറിയുമ്പോഴറിയാം അത് ലോകത്തിലെ ഏതിരുട്ടിനെയും കീറിമുറിച്ച് പ്രകാശിതമാകുന്ന വലിയ, ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത പ്രകാശത്തിൻ്റെ സ്രോതസ്സാണെന്ന്. സൂര്യനെ എങ്ങനെയാണ് ഒളിപ്പിച്ചു വെക്കുക? തൻ്റെ കൈക്കുടന്ന കൊണ്ട് എങ്ങനെയൊക്കെ പൊത്തിപ്പിടിച്ചാലും, തൻ്റെ കണ്ണുകൾ എത്ര ഉറക്കെ അടച്ചു പിടിച്ചാലും സൂര്യൻ തൻ്റെ ഉജ്ജ്വലമായ ശോഭയോടെ ഉദിച്ച് സഞ്ചരിക്കുക തന്നെ ചെയ്യും. സൂര്യന് പ്രകാശം നൽകുന്നവനാണ് പ്രവാചകൻ. ആ പ്രവാചകനെയാണ് ഇവർ തങ്ങളുടെ വലിയ വലിയ പേരുകളുള്ള കിതാബുകളിലൂടെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരേ സമയത്ത് പ്രവാചക പുരുഷത്തിൻ്റെ കുപ്പായമണിയുകയും അതേസമയത്ത് പ്രവാചകനെ അറുവഷളനായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടമുഖമുള്ള പുരോഹിത കഥകളെ കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ് ഒരു കിതാബിലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പ്രവാചകൻ്റെ ഉന്നതമായ ചരിത്രത്തെ നാം ബോധത്തിലേക്ക് എടുത്തുണരുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എത്രയെത്ര ചരിത്ര സത്യങ്ങളാണ് ഇവർ മറച്ചു പിടിച്ചിട്ടുള്ളത്. പ്രവാചക ചരിത്രത്തിൻ്റെ ഒരിക്കലും അറുത്തു മാറ്റാൻ കഴിയാത്ത ഒരധ്യായമാണ് അബൂ താലിബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. അഗ്നി പതക്കുന്ന ചെരുപ്പുകളിട്ട് നരകത്തിലേക്ക് ഔദാര്യപൂർവ്വം പറഞ്ഞയച്ച അബൂ താലിബ് പ്രവാചകനെ ഇത്രത്തോളം നിന്ദിക്കാൻ മറ്റാർക്കാണ് സാധിക്കുക? ഒരു രക്ഷാകവചമായി, പൊതിഞ്ഞു നിൽക്കുന്ന മഞ്ഞായി, ആവരണം, ഉരുക്കുപോലുള്ള ആവരണമായി, ഒരിക്കലും മറ്റാർക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ കൈവെള്ളയിൽ മുറുക്കിപ്പിടിച്ച് നാം ഇന്ന് കാണുന്ന പ്രവാചകനെ ലോകത്തിന് സമ്മാനിച്ച ആ മഹാപുരുഷൻ എങ്ങനെയാണ് നരകത്തിലെത്തിപ്പെട്ടത്? ആരാണ് അദ്ദേഹത്തെ നരകത്തിലേക്ക് അയച്ചത്? ഈയൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചക ചരിത്രം പറഞ്ഞാലും തീരാത്ത കടൽ പോലെ ആഴവും പരപ്പുമുള്ള വലിയൊരു അധ്യായമാണ്.
ദീർഘമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് പക്ഷേ ഞാൻ അബൂ താലിബിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പേര് പോലും നമ്മുടെ കണ്ണ് നനയ്ക്കുകയും ഉള്ളുലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഒരാൾക്ക് വേണ്ടി ഇത്രമേൽ നഷ്ടം സഹിച്ച മറ്റൊരു വ്യക്തിയെ ചരിത്രത്തിൽ കാണുക സാധ്യമല്ല. ഒരു പ്രണയിയും തൻ്റെ പ്രണേതാവിന് വേണ്ടി അബൂ താലിബിനെ പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരനുയായിയും തൻ്റെ നേതാവിന് വേണ്ടി അബൂ താലിബിനെ പോലെ പട്ടിണി കിടന്നിട്ടുണ്ടാവില്ല. ഒരു മകനും തൻ്റെ പിതാക്കൾക്ക് വേണ്ടി അബൂ താലിബിനെ പോലെ ബഹിഷ്കൃതനായിട്ടുണ്ടാവുകയില്ല. ഒരു ഭാര്യയും തൻ്റെ ഭർത്താവിന് വേണ്ടി അബൂ താലിബിനെ പോലെ ഊര് വിലക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അത്രമേൽ അബൂ താലിബ് പ്രവാചകനെ പൊതിഞ്ഞു നിന്നു. ആരൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങളുമായി സമീപിച്ചുവെന്നോ, ആരൊക്കെ എന്തൊക്കെ ഭീഷണികൾ മുഴക്കിയെന്നോ, പക്ഷേ അതിലൊന്നും കുരുങ്ങാതെ അബൂ താലിബ് തൻ്റെ പ്രിയപുത്രനെ മാറോട് ചേർത്തണച്ച് നിന്നെ വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ നിലകൊണ്ടു. പ്രവാചകൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ അബൂ താലിബുള്ള കാലത്ത് ആർക്കും സാധിച്ചില്ല. അങ്ങനെ വല്ലവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അബൂ താലിബ് കണക്ക് ചോദിച്ചിട്ടുണ്ട്. ആരാണ് അബൂ താലിബ്? അബൂ താലിബ് പ്രവാചകൻ്റെ പിതൃവ്യനാണ്, പിതൃ സഹോദരൻ. പിതൃസഹോദരനായ അബൂ താലിബ് മറ്റ് പിതൃവ്യന്മാരിൽ ഒരാളായിരുന്നില്ല. പിതൃവ്യർ പലതും ഉണ്ടായിരുന്നു. ആ പലരിലും ഒരാളായിരുന്നില്ല അബൂ താലിബ്. അബൂ താലിബ് പിതാവ് നഷ്ടപ്പെട്ട മുഹമ്മദിന് പിതാവായി, മാതാവ് നഷ്ടപ്പെട്ട മുഹമ്മദിന് മാതാവായി, പിതാമഹൻ നഷ്ടപ്പെട്ട മുഹമ്മദിന് പിതാമഹനായി. ഒന്നും നഷ്ടപ്പെടാത്ത സമ്പൂർണതയിലേക്ക് മുഹമ്മദ് എന്ന ബാലനെ നയിക്കുകയും യുവാവാക്കുകയും ലോകത്തിൻ്റെ നായകനാക്കുകയും ചെയ്തു. അബൂ താലിബ് ധനം കൊണ്ടും അധികാരം കൊണ്ടും അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റ് മക്കളിൽ നിന്ന് ഏറെ താഴെയായിരുന്നു. അബ്ദുള്ള എന്ന പ്രവാചകന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം അബൂ താലിബിൻ്റെ ചിന്ത മുഴുവനും അബ്ദുള്ളയുടെ മകനെക്കുറിച്ചുള്ളത് മാത്രമായിരുന്നു. എവിടെ പോകുമ്പോഴും കൂടെ കൂട്ടുന്ന, എന്ത് വാങ്ങിയാലും അതിലൊരു പങ്ക് കൊടുക്കണമെന്ന് വാശിയുണ്ടായിരുന്ന അബൂ താലിബ് തൻ്റെ മക്കളെ പള്ളിക്കൂടത്തിലേക്ക് അയച്ചപ്പോൾ മുഹമ്മദിനെയും പള്ളിക്കൂടത്തിൽ അയച്ചു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് വാങ്ങുമ്പോൾ മുഹമ്മദിന് 2 എണ്ണം വാങ്ങി. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശേഷങ്ങൾ സമ്മാനിക്കുമ്പോഴൊക്കെയും അതിലൊന്ന് കൂടുതലായി മുഹമ്മദിനും സമ്മാനിച്ചു. യാത്ര പോകുന്നുവെങ്കിൽ മുഹമ്മദ് കൂടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അബൂ താലിബിൻ്റെ നിഴൽ മുഹമ്മദോ മുഹമ്മദിൻ്റെ നിഴൽ അബൂ താലിബോ എന്ന് സംശയിക്കുന്ന വിധം അവർ പരസ്പരം നിഴലായി തീർന്നു. ഒരു പക്ഷിയും തൻ്റെ കുഞ്ഞുങ്ങളെ ഇത്ര ശക്തമായി തൻ്റെ ചിറകുകളിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവില്ല. അത്രമേൽ ശക്തമായിരുന്നു ആ ചിറക്. അബൂ താലിബ് മുഹമ്മദിനെ തൻ്റെ മകനായിട്ടല്ല കണ്ടത്, താൻ തന്നെയായിട്ടാണ്. അബൂ താലിബിൻ്റെ വിശേഷം, പ്രവാചകനുമായി ബന്ധപ്പെട്ട വിശേഷം അറിയണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മുഹമ്മദ് ഉറങ്ങിയിട്ടല്ലാതെ അബൂ താലിബ് ഉറങ്ങാറുണ്ടായിരുന്നില്ല. അത് കുഞ്ഞായിരിക്കുമ്പോഴല്ല, വലുതായിരിക്കുമ്പോഴും പ്രവാചകനായതിനു ശേഷവും മുഹമ്മദിൻ്റെ മനസ്സൊന്ന് പഠിച്ചാൽ അന്ന് അബൂ താലിബ് ഉറങ്ങുമായിരുന്നില്ല. അബൂ താലിബിൻ്റെയും മുഹമ്മദിൻ്റെയും മുറികൾ
കുറച്ച് മുറികൾ മാത്രമുള്ള ആ വീട്ടിൽ തൊട്ടായിരുന്നു. മുഹമ്മദ് മാറി താമസിച്ചപ്പോഴും രാത്രിയിൽ മുഹമ്മദിനെ സന്ദർശിക്കാതെ വൃദ്ധനായ അബൂ താലിബ് വീട്ടിലേക്ക് പോയിരുന്നില്ല. ഒരു ദിവസം പോലും മുഹമ്മദിനെ കാണാതെ അബൂ താലിബ് ജീവിച്ചിട്ടില്ല. തായിഫിൽ പോയ ആ കുറഞ്ഞ ദിവസങ്ങളിലല്ലാതെ. തായിഫിൽ പോയത് അബൂ താലിബിൻ്റെ മരണത്തിന് ശേഷമാണ്. പ്രവാചകൻ അബൂ താലിബിൽ നിന്ന് യാത്ര ചെയ്ത ഏതോ ഒരു സന്ദർഭമുണ്ട്. ആ കുറഞ്ഞ ദിവസങ്ങളിലല്ലാതെ പ്രവാചകനെ അബൂ താലിബ് കാണാതിരുന്നിട്ടില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് അത് അതിശയമായി തോന്നിയേക്കാം. 51 വർഷം എല്ലാ ദിവസവും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുക, സന്ദർശിക്കുക, ഉറങ്ങി എന്നുറപ്പ് വരുത്തുക, വല്ല പ്രശ്നവുമുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇത് അബൂ താലിബിൻ്റെയും മുഹമ്മദിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യമാണ്. ആരെയാണ് നിങ്ങൾ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്? ആരെക്കുറിച്ചാണ് നരകത്തിലെ ചെരുപ്പിൻ്റെ കഥകൾ പറയുന്നത്? ആരോടാണ് നിങ്ങൾ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഖുർആനിലൊരു ചോദ്യമുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ ദീൻ പഠിപ്പിക്കുകയാണോ? അള്ളാഹുവിനെ ദീൻ പഠിപ്പിക്കുകയാണോ? പ്രവാചക സ്നേഹം അബൂ താലിബിനെ പഠിപ്പിക്കുകയാണോ നിങ്ങൾ? ഒരുപക്ഷെ ഖദീജ കഴിഞ്ഞാൽ മുഹമ്മദിനെ ഇത്രത്തോളം മനസ്സിലാക്കിയ മറ്റൊരാൾ ഈ ഭൂലോകത്തുണ്ടായിട്ടില്ല. ഒരു മൗലവിക്കും അത് മനസ്സിലാവില്ല, ഒരു മുസ്ലിയാർക്കും തിരിയില്ല. അബൂ താലിബിന് പ്രവാചകനോടുള്ള പ്രിയം. ഷൈബ് അബി താലിബിൽ പോയി താമസിച്ചു. ഷൈബ് അബി താലിബ് എന്ന് പറയുന്നത് ആ മഹാമനുഷ്യൻ കടന്ന പട്ടിണിയുടെ ചരിത്രത്തിലെ രേഖയാണ്. അബൂ താലിബ് ഷൈബ് അബൂ താലിബിൽ കിടക്കേണ്ട ആളല്ല, പട്ടിണി കിടന്നു. കാരണം മുഹമ്മദിനെ കൊല്ലാൻ വിട്ടു തരണം, പകരം ഞങ്ങൾ എന്തും തരാം, നിങ്ങൾ ചോദിക്കുന്ന ബ്ലഡ് മണി തരാം, നിങ്ങളൊന്ന് കണ്ണടച്ചാൽ മതി, മുഹമ്മദിനെ കൊണ്ട് ഞങ്ങൾ തോറ്റിരിക്കുന്നു. അബൂ താലിബ് പറഞ്ഞു, നടപ്പില്ല. മുഹമ്മദിനെ വിട്ടു തന്നിട്ട് നിങ്ങൾ തരുന്ന കാശുണ്ടല്ലോ, അത് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട്? വന്നവരൊക്കെ പിരിഞ്ഞുപോയി. എന്നിട്ടവർ തീരുമാനിച്ചു, നമുക്ക് ഇവരെ ഒന്നിച്ച് ബഹിഷ്കരിക്കാം. ബഹിഷ്കരണത്തിൻ്റെ പരസ്യം വിശുദ്ധ മന്ദിരത്തിൽ തൂക്കിയിട്ടു. എന്താണ് ബഹിഷ്കരണം? അബൂ താലിബിൻ്റെ കുടുംബത്തിന് അന്നം കൊടുക്കില്ല, ഒരു കടയിൽ നിന്നും സാധനം കൊടുക്കില്ല, അബൂ താലിബിൻ്റെ വീട്ടിലേക്കുള്ള വെള്ളം തടയും, അബൂ താലിബിൻ്റെ കുടുംബവുമായി ഒരു തരത്തിലും സഹകരിക്കരുത്, അവരെ വിവാഹത്തിന് ക്ഷണിക്കരുത്, അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കരുത്, അബൂ താലിബിൻ്റെ കുടുംബവുമായി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആളുകളെ മുഴുവനും ബഹിഷ്കരിക്കും. ഈ കണ്ടീഷനുകൾ എഴുതി കെട്ടിത്തൂക്കിയിട്ടു. മുഹമ്മദിനെ ഉള്ള അഭയം പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ അബൂ താലിബിനെയും കുടുംബത്തെയും ബഹിഷ്കരിക്കും. നോക്കൂ നിങ്ങൾ, ആരാണ് പതറാതിരിക്കുക? ഏത് മൗലവിയാണ് മുഹമ്മദിനെയും വിട്ട് ഓടിപ്പോകാതിരിക്കുക? ഏത് ബുഖാരിയാണ് മുഹമ്മദിൻ്റെ കൂടെ നിൽക്കുക? അബൂ താലിബ് പറഞ്ഞു, നിങ്ങൾക്ക് ബഹിഷ്കരിക്കാം, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും മുഹമ്മദിനെ വിട്ടു തരുന്ന പ്രശ്നമില്ല. പറയാനൊക്കുമോ മൊല്ലമാരെ നിങ്ങൾക്ക് അബൂ താലിബിൻ്റെ ഈ വാക്ക്? കണ്ടിട്ടുണ്ടോ ചരിത്രത്തിൽ അബൂ താലിബിനെ പോലൊരു പ്രവാചക സ്നേഹി? ആ അബൂ താലിബിനെയാണ് നിങ്ങൾ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. എന്നിട്ട് ബഹിഷ്കരിച്ചു. നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, കാരണം വെള്ളം കൊണ്ടുവരുന്നവരെ തടയും. സ്ത്രീകൾക്ക് പുറത്തിറങ്ങിക്കൂടാ, ഇറങ്ങിയാൽ കൂക്കി വിളിച്ചും കല്ലെറിഞ്ഞും പരിഹസിച്ചും സ്ത്രീകളെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്യും. അങ്ങനെ
വീട് വിടേണ്ടി വന്നു. മക്കയുടെ ഒറ്റപ്പെട്ട ഒരു പ്രാന്തത്തിൽ, ഒരു താഴ്വരയിൽ അവർ പോയി ടെൻ്റടിച്ച് താമസിച്ചു. ആരൊക്കെയാണ് അതിലുള്ളത്? മക്കയിലെ ഏറ്റവും വലിയ കുബേരയായ ഖദീജയുണ്ട്, പ്രവാചകൻ്റെ മകൾ ഫാത്തിമയുണ്ട്, അബൂ താലിബുണ്ട്, അബൂ താലിബിൻ്റെ മക്കളുണ്ട്, ജഅഫറും ഉമ്മുഹാനിയും അലിയും തുടങ്ങി അബൂ താലിബിൻ്റെ മക്കളുണ്ട്, ഒക്കയിലുണ്ട്, എല്ലാവരുണ്ട്. അവരൊക്കെ കൂടി പോയി ഒരു ടെൻ്റ് കെട്ടി താമസിച്ചു. അത് മക്കയുടെ പ്രാന്തത്തിലാണ്. കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണങ്ങളൊക്കെ മാസങ്ങൾ കൊണ്ട് തീർന്നു. കഷ്ടിച്ചാണ് ഭക്ഷണം കഴിച്ചത്. കയ്യിലുണ്ടായിരുന്നതൊക്കെ തീർന്നു. അബൂ താലിബ് എന്ന ആ വയോവൃദ്ധൻ വിചാരിച്ചിരുന്നു, 1-2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇവരുടെ മനസ്സ് മാറും. ഞാനൊരു വൃദ്ധനല്ലേ, ഇവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നല്ലോ, സ്ത്രീകളുണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ, മനസ്സ് മാറാതിരിക്കില്ല. പക്ഷെ അവരുടെ മനസ്സ് മാറിയില്ല. അവർ ബുഖാരിയുടെ ഉപ്പാപ്പന്മാരായിരുന്നു. അവരുടെ മനസ്സ് മാറിയില്ല. അവർ പ്രവാചകനെതിരെ ബഹിഷ്കരണം തുടർന്നു. എത്ര കാലം തുടർന്നു? 2 വർഷത്തിലധികം. എന്നിട്ട് ആ മരുഭൂമിയിൽ അവിടെവിടെയായി തഴച്ചു വളർന്ന മുൾച്ചെടികൾ എടുത്ത് അത് ഭക്ഷണമാക്കി കഴിച്ചു. ഒട്ടകങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അകലേക്ക് നടന്നുപോയി, കിലോമീറ്ററുകൾ നടന്നുപോയി വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുമായിരുന്നു. ഒരിക്കൽ ഖദീജ ബീവി വെള്ളമെടുക്കാൻ വേണ്ടി പോയി. ഏത് ഖദീജയാണെന്ന് ഓർക്കണം. അങ്ങ് ഹിറയിലേക്ക് വെള്ളപാത്രവുമായി നടന്നുപോയിട്ട് തൻ്റെ പ്രിയപ്പെട്ടവന് വെള്ളം കൊടുത്ത ഖദീജ. നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായ ഖദീജ സർവവും മുഹമ്മദിന് സമർപ്പിച്ച്, തൻ്റെ പ്രിയ ഭർത്താവിന് സമർപ്പിച്ച്, ഇത് അങ്ങയുടേതാണ്, എനിക്കൊരു അവകാശവുമില്ല എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത ഖദീജ, ഖുവൈലിദിൻ്റെ മകൾ. ആ ഖദീജ വെള്ളമെടുക്കാൻ പോയി ഷൈബ് അബി താലിബിൽ. മെലിഞ്ഞൊട്ടി ഒരു രൂപമായി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. ഭക്ഷണം കാശില്ലാഞ്ഞിട്ടല്ല, കിട്ടണ്ടേ. അങ്ങനെ വെള്ളമെടുക്കാൻ വേണ്ടി വേച്ച് നടന്നു പോകുന്ന ആ മനുഷ്യരൂപത്തെ കണ്ട് ഖുറൈശി യുവാക്കളിൽ ചിലർ അതാരാണെന്ന് അന്വേഷിച്ചു. ഖദീജ പറഞ്ഞു, എന്നെ നിങ്ങൾക്കറിയില്ലേ? ഇല്ല, അങ്ങേ അറിയില്ല. നിങ്ങൾ ആരാണ്? ഞാൻ ഖുവൈലിദിൻ്റെ മകളാണ് ഖദീജ. ആ യുവാക്കൾ ഞെട്ടിപ്പോയി. ഖുവൈലിദിൻ്റെ മകൾ ഇത്രയകലെ വെള്ളത്തിന് നടന്നു പോവുകയോ? ഒന്ന് വിരൽ ഞൊടിക്കുമ്പോഴേക്കും 100 കണക്കിന് പരിചാരകർ വന്ന് ചുറ്റും നിരന്നിരുന്ന കുടുംബത്തിലെ അംഗം. ഒരു ഗ്ലാസ് വെള്ളത്തിന് ചോദിച്ചാൽ ഒരു കുടം വെള്ളം കൊണ്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന തോഴിമാരുള്ള ആൾ വെള്ളത്തിന് നടന്നു പോവാണ്. അങ്ങനെ നടന്നുപോയി വെള്ളം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അയ്യോ, യുവാക്കൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ? അവർക്ക് ഈ രാഷ്ട്രീയമൊന്നും അറിയില്ലായിരുന്നു, നിഷ്കളങ്കരായ ചെറുപ്പക്കാർ. അപ്പോൾ ഖദീജ കാര്യം പറഞ്ഞു. ആ ചെറുപ്പക്കാർ പോയി ബഹളം വെച്ചു കഅബയുടെ മുന്നിൽ. ഇതെന്തൊരു അനീതിയാണ്, ഇതെന്തൊരു ചെയ്ത്താണ്, ഇങ്ങനെ ചെയ്യാമോ മനുഷ്യരെ? അവർ ആ ബഹിഷ്കരണ പത്രിക കീറി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവരും അബൂ താലിബിൻ്റെ കുടുംബത്തെ മക്കയിലേക്ക്. തടയാനുള്ളവർ തടഞ്ഞു. നാട്ടിലുള്ള ഏതാനും വിപ്ലവകാരികളായ യുവാക്കളുടെ ധീരതയിൽ ഖുറൈശി കൂട്ടം, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി കൂട്ടം ഒന്നാകെ ഞെട്ടി. അബൂ താലിബും കുടുംബവും അങ്ങനെ മക്കയിലേക്ക് തിരികെ വന്നു. ഇതനുഭവിച്ചയാളുടെ പേരാണ് അബൂ താലിബ്. ആ അബൂ താലിബിൻ്റെ പേരിലാണ് ഷൈബ് അബി താലിബ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വത്തൊന്നും അല്ലാതെ. പക്ഷേ പട്ടിണി കിടന്ന് ചരിത്രത്തെ അഗാധപ്പെടുത്തിയ ഒരു മനുഷ്യൻ. ആർക്ക് വേണ്ടി പട്ടിണി കിടന്നു? റസൂലുള്ളാഹിക്ക് വേണ്ടി. ഇന്ന് പാടിപ്പുകഴ്ത്തുന്നില്ലേ? നബിദിനം ആഘോഷിക്കുന്നില്ലേ? താടി നീട്ടുന്നില്ലേ? പാൻറ് മുറിക്കുന്നില്ലേ? ആ മഹാപ്രവാചകന് വേണ്ടി 2 വർഷം പട്ടിണി കിടന്ന, അതോടുകൂടി അദ്ദേഹം രോഗിയായി. ആ അബൂ താലിബിനെ കുറിച്ചാ നരകത്തിലെ ചെരുപ്പും കൊടുത്ത് നരകത്തിലേക്ക് അയച്ചത്.
അതിനൊരു കാരണമുണ്ട്. അബൂ താലിബ് നരകത്തിൽ പോകേണ്ടത് ആവശ്യമാണ്. ആർക്ക്? അബൂ സുഫിയാന്റെ മകന്, അബൂ സുഫിയാന്റെ മക്കൾക്ക്. റസൂലിനെ പട്ടിണി കിട്ടാം, റസൂലിനെ കൊല്ലാൻ പിറകിൽ നടന്ന, റസൂലിനെ വധിക്കാൻ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 യുവാക്കളെ തിരഞ്ഞെടുത്ത് പ്രവാചകന്റെ വീട് വളഞ്ഞ, പ്രവാചകനെ അപകീർത്തിപ്പെടുത്തി നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്ന, പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൊന്നുകളഞ്ഞ, പ്രവാചകനെതിരെ ബദർ യുദ്ധമുണ്ടാക്കിയ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഹംസയെ കൊന്ന് നെഞ്ചുകീറി കരള് പറിച്ചെടുത്ത് ചവച്ചാഹ്ലാദിച്ച അബൂ സുഫിയാന്റെയും കുടുംബത്തിന്റെയും ആവശ്യമായിരുന്നു പ്രിയപ്പെട്ട അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിനെ നരകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. അബൂ സുഫിയാൻ സ്വർഗത്തിലേക്ക് നേരിട്ട് പോയി. റസൂലുള്ളാഹിനെ സംരക്ഷിച്ച അബൂ താലിബ് നരകത്തിലേക്ക് ചെരുപ്പുമായി പോയി. എന്നിട്ട് എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കിയത്. അബൂ താലിബ് മരിക്കുമ്പോൾ റസൂലുള്ള കട്ടിലിന്റെ തലയ്ക്ക് നിന്ന് കട്ടിലാട്ടി പറഞ്ഞു അത്രേ, നിങ്ങൾ മുസ്ലിമാകണമെന്ന്. അബൂ താലിബിനെ പോലുള്ളൊരു മുസ്ലിമിനെ കാണാനൊക്കുവോ? അബൂ താലിബിനെ പോലൊരു മുസ്ലിമിനെ കാണാനൊക്കുവോ ലോകത്ത്? ഈ ഇസ്ലാം ഉണ്ടായത് അബൂ താലിബിന്റെ ശക്തമായ കരവലയത്തിലാണ്. ഇസ്ലാം എന്ന വൃക്ഷം ഇത്രമാത്രം വളർന്നത് ആ ശരീരത്തിൽ നിന്ന് ഉതിർന്ന വിയർപ്പ് തുള്ളികൾ നനഞ്ഞിട്ടാണ്. എന്നിട്ട് അബൂ താലിബിനെ മുസ്ലിമാക്കാൻ നടക്കുന്നു പുരോഹിതന്മാർ. അറിയുമോ നിങ്ങൾക്ക് അബൂ താലിബിനെ? അബൂ താലിബിനോട് ആളുകൾ വന്ന് പറഞ്ഞു, മുഹമ്മദിനെ നിങ്ങൾ തിരുത്തണം, ഇതിൽ നിന്ന് പിന്മാറാൻ മുഹമ്മദിനോട് പറയണം. അബൂ താലിബ് വിളിച്ചു, മോനെ, നാട്ടുകാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നല്ലോ, ഞാൻ എന്താണ് അവരോട് സമാധാനം പറയേണ്ടത്? അപ്പോ റസൂല് പറഞ്ഞു, പ്രിയപ്പെട്ട വാപ്പ, അങ്ങേക്ക് അറിയുമോ ഞാൻ അനുഭവിക്കുന്ന ജീവിതാനന്ദം? എൻ്റെ വലം കൈയിൽ സൂര്യനും ഇടം കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഇതിൽ നിന്ന് പിന്മാറില്ലെന്നവരോട് പറയൂ. അബൂ താലിബ് പറഞ്ഞു, മോനെ, ഞാൻ അവർ പറഞ്ഞതുകൊണ്ട്, എന്നോട് പറയാമെന്ന് ഞാൻ വാക്കുകൊടുത്തത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. എനിക്കറിയാം നീ അനുഭവിക്കുന്ന ജീവിതാനന്ദത്തിൻ്റെ യാഥാർത്ഥ്യം, ആ ലഹരി എത്രത്തോളമാണെന്ന്. ഞാനത് പറയാം. പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകൾ ഒട്ടും ശക്തി ചോരാതെ ഖുറൈശികൾക്ക് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചു അബൂ താലിബ്. നിങ്ങൾക്കറിയാം അബൂ താലിബിനെ. പ്രവാചകന്റെ മകൾക്ക് ഫാത്തിമ എന്ന പേര് വന്നത് അബൂ താലിബിനെ ചരിത്രത്തിൽ ഉജ്ജ്വലപ്പെടുത്താൻ വേണ്ടിയാണ്. ആ പേര് 2 മഹദികളുടെ പേരാണ്. ഒന്ന് അബൂ താലിബിന്റെ ഭാര്യയുടെ പേര്, അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മയുടെ പേര്. തൻ്റെ മകൾ, തനിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ, ആ കുഞ്ഞ് പെണ്ണായിരുന്നപ്പോൾ പ്രവാചകൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല ആ കുഞ്ഞിന് ഇടുന്ന പേരിനെ കുറിച്ച്. അത് പ്രിയപ്പെട്ട തൻ്റെ ഉമ്മയുടെ പേരായിരിക്കണം, അതായത് അബൂ താലിബിന്റെ ഉമ്മയുടെ പേരായിരിക്കണം, അബൂ താലിബിന്റെ ഭാര്യയുടെ പേരായിരിക്കണം, അലിയുടെ ഉമ്മയുടെ പേര്. ഒട്ടും ആലോചിച്ചില്ല റസൂൽ ഫാത്തിമ എന്ന പേരിട്ടു. നിങ്ങൾക്കറിയാം അബൂ താലിബിനെ. ഫാത്തിമ മരിച്ചു. ഫാത്തിമ മദീനയിലാണ് മരിക്കുന്നത്. റസൂലിന്റെ കൂടെ ഹിജ്റ പോയി ഫാത്തിമ, അബൂ താലിബിന്റെ ഭാര്യ, അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മ. മദീനയിൽ വെച്ച് മരിച്ചു. മരിച്ചിട്ട് ഖബർ കുത്തിയിട്ട് റസൂല് പറഞ്ഞു, എൻ്റെ ഉമ്മ കിടക്കുന്ന ഖബർ നല്ലതാണോ എന്ന് എനിക്ക് നോക്കണം, ഞാനൊന്ന് കിടക്കട്ടെ. അങ്ങനെ പ്രവാചകൻ ഇറങ്ങി ഖബറിൽ കിടന്നു. അതിനുശേഷം പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് തൻ്റെ കൈകൾ കൊണ്ട് ഖബറിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഇറക്കി വെച്ചു. ഇവരെയാണോ നിങ്ങൾ നരകത്തിലേക്ക് അയക്കുന്നത്? നിങ്ങൾക്കറിയാം അബൂ താലിബിനെ. പ്രവാചകൻ തൻ്റെ ഈ ദിവ്യ സന്ദേശം, ദിവ്യവാണി സമൂഹത്തിലേക്ക് പറയുന്നതിൻ്റെ തൊട്ടു മുൻപ് പ്രിയപ്പെട്ട തൻ്റെ രക്ഷിതാവിനോട് പോയി പറഞ്ഞു, വാപ്പ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. അപ്പോൾ അബൂ താലിബ് ചോദിച്ചു, മോനെ, അറിയാമോ ഇതിൻ്റെ പരിണതി, ഇതിൻ്റെ ആഘാതം, ഇതുണ്ടാക്കുന്ന പുകിലുകൾ അറിയാമോ?
അപ്പോൾ റസൂല് പറഞ്ഞു, ഇതെന്ത് പുകിലുണ്ടാകാനാണ്? ഞാൻ സത്യമല്ലേ പറയുന്നത്? ഞാൻ മറ്റൊന്നും പറയുന്നില്ലല്ലോ, നല്ല സന്ദേശമല്ലേ പറയുന്നത്, ഇതിനെന്തിനാ ആൾക്കാർ എതിർക്കുന്നത്? അബൂ താലിബ് പറഞ്ഞു, മോനെ, നിനക്ക് ഖുറൈശികളെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അവർ നിന്നെ മർദ്ദിക്കും, നിന്നെ ഭീഷണിപ്പെടുത്തും, നിന്നെ ചിലപ്പോൾ നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് വരും, നിന്നെ കൊല്ലാൻ അവർ ശ്രമിക്കും. നീ പറയുന്ന കാര്യം മോശമായതുകൊണ്ടല്ല, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. സത്യം ഉൾക്കൊള്ളാൻ ഇനിയും അവർ പാകമായിട്ടില്ല. അപ്പോൾ റസൂല് ചോദിച്ചു, ബാപ്പ നിങ്ങളോ? അത് നിനക്ക് ഈ പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ടല്ലോ മുഹമ്മദ്. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് പ്രവാചകനിൽ വിശ്വസിച്ച ഒരേ ഒരു മനുഷ്യരേ ഉള്ളൂ. ആ മനുഷ്യന്റെ പേരാണ് അബൂ താലിബ്. നിങ്ങൾക്ക് ഈ അബൂ താലിബിനെ അറിയില്ല. നിങ്ങൾക്ക് നരകത്തിൽ പറഞ്ഞേക്കാൻ എളുപ്പമാണ്. അബൂ താലിബിനെ പോലെയാകാൻ 1000 ജന്മങ്ങൾ ജനിച്ചാലും സാധ്യമല്ല. അതാണ് അബൂ താലിബ്. ചരിത്രത്തിൽ അങ്ങനെ ഒരു അബൂ താലിബ് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പോലും പ്രവാചകനോട് ദേഷ്യപ്പെട്ടില്ല. ഈ പുകിലുകളൊക്കെ ഉണ്ടാക്കിയത് നീയാണല്ലോ മുഹമ്മദേ, ഞങ്ങളെയൊക്കെ ഇങ്ങനെ പട്ടിണിക്കിട്ടത് നീയാണല്ലോ എന്നൊരു നിമിഷം പോലും ആലോചിച്ചിട്ടില്ല. ശക്തിയോടെ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ആ പുണ്യപുരുഷൻ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അബൂ താലിബിന്റെ തർദിയത്ത് ചൊല്ലൂല, അബൂ താലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയില്ല. നിങ്ങൾ പ്രവാചകന്റെ എക്കാലത്തെയും എതിരാളിയായ അബൂ സുഫിയാനെ ചൊല്ലും. കാരണം നിങ്ങൾ പ്രവാചക സ്നേഹികളല്ല, പ്രവാചകനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾ അബൂ താലിബിനെ തർദിയത്ത് ചൊല്ലില്ല, നിങ്ങൾ മുആവിയക്ക് തർദിയത്ത് ചൊല്ലും. നിങ്ങൾ മുആവിയൻ മതത്തിലുള്ളവരാണ്, മുഹമ്മദി ദീനിലുള്ളവരല്ല. അബൂ താലിബ് ഏതേതൊക്കെ ഘട്ടത്തിലാണ് പ്രവാചകനെ പൊതിഞ്ഞു നിന്നെന്ന് ഖുർആൻ വായിക്കുന്നവർക്ക് മനസ്സിലാകും. അബൂ താലിബിനെ കുറിച്ച് ഖുർആൻ വചനമുണ്ട്, കേട്ടിട്ടുണ്ടോ? വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ അലം യജിദ്ക യതീമൻ ഫആവാ. അതാരാണ്? അനാഥനായ നിന്നെ നാം സനാഥനാക്കി. ആരെ കുറിച്ചാണ് ആ വചനം? അബൂ സുഫിയാനെ കുറിച്ചാണോ? മുആവിയെ കുറിച്ചാണോ? അബൂജഹലിനെ കുറിച്ചാണോ? അത് മഹാനായ അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ളതാണ്. ഖുർആൻ അടയാളപ്പെടുത്തിയ പുണ്യപുരുഷൻ. വവജദക ആയിലൻ ഫഅഗ്ന, അത് ഖദീജയാണ്. അബൂ താലിബിനെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ അവതരിച്ചു. ബുഖാരിയും നിങ്ങളും കൂടി അദ്ദേഹത്തെ നരകത്തിലേക്ക് അയച്ചു. ഞങ്ങൾ ആരെ വിശ്വസിക്കണം? അള്ളാഹുവിനെ വിശ്വസിക്കണോ ബുഖാരിയെ വിശ്വസിക്കണോ? അബൂ താലിബിനെ പോലൊരു മനുഷ്യൻ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മളൊന്നും പ്രവാചകന്റെ പേരുച്ചരിക്കുമായിരുന്നില്ല. ഒരാണും ഒരു പെണ്ണുമാണ് പ്രവാചകനെ പ്രവാചകനാക്കിയത്. വലത് ഭാഗത്തൊരു പെണ്ണ്, ഇടത് ഭാഗത്തൊരാണ്. ഉരുക്കുപോലെ അവർ ഉറച്ചു നിന്നു. പ്രവാചകന് നേരെ വരുന്ന ശരങ്ങളൊക്കെ അവർ സ്വന്തം ശരീരങ്ങളിൽ ഏറ്റുവാങ്ങി. പ്രവാചകന് നേരെ വരുന്ന കരിങ്കൽ ചീലുകളൊക്കെയും അവർ തങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചെടുത്തു. പ്രവാചകനെ തങ്ങളുടെ സ്നേഹ സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞു നിന്നു. ആ പുരുഷന്റെയും സ്ത്രീയുടെയും പേര് അബൂ താലിബ് എന്നും ഖദീജ എന്നുമാണ്. ബാക്കിയെല്ലാം അതിന് പിറകിലാണ്. നിങ്ങൾക്ക് അബൂ താലിബ് നരകത്തിലെ ഒരു വിറകാണല്ലേ എങ്കിൽ സ്വർഗത്തോപ്പിലെ അത്യുന്നത സ്ഥാനത്തിരുന്ന് അബൂ താലിബ് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. കാണാം നിങ്ങൾക്ക് നാളെ. അല്ല കൂട്ടരെ, നിങ്ങൾ എന്തിന് അബൂ താലിബിനെ നരകത്തിൽ അയച്ചു? എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടം? നേട്ടമുണ്ട്. മുആവിയയുടെ പിതാവായ അബൂ സുഫിയാന് അബൂ താലിബിനെ നരകത്തിൽ അയച്ചല്ലാതെ നിലനിൽപ്പില്ല. അലിയുടെ വാപ്പ നരകത്തിൽ, എൻ്റെ വാപ്പ സ്വർഗത്തിൽ. മുആവിയക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നു.
നരകത്തിലുള്ള ആളുടെ മകനാണ് അലി, സ്വർഗത്തിൽ പോയ ആളുടെ മകനാണ് ഞാൻ. ബദർ വായിക്കണം. അത് ചെറിയ വായനയല്ല. ബദറിന്റെ കാരണക്കാരനാരാണ്? ബദർ ഉണ്ടായത് എങ്ങനെയാണ്? അവിടെ ഒരു കൊള്ളക്കാരനായ മുഹമ്മദിനെ പടച്ചു വെച്ചിട്ടുണ്ട്. മക്കയിൽ നിന്ന് കച്ചവടത്തിന് പോകുന്ന ഒരു പാവം കച്ചവടക്കാരൻ അബൂ സുഫിയാൻ, അയാളെ കൊള്ള ചെയ്യാൻ വേണ്ടി ഒരു കൊള്ളക്കാരൻ മുഹമ്മദ് വഴിയിൽ കാത്തുനിന്നു. അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ എഴുതിയുണ്ടാക്കിയ കഥ? എന്നിട്ട് അയാൾ രക്ഷപ്പെട്ടു പോയിട്ട് കേൾക്കുന്ന ആർക്കും തോന്നൂലേ അബൂ സുഫിയാൻ ശരിയാണെന്ന്? അങ്ങനെ അബൂ സുഫിയാനെ ശരിയാക്കാൻ എന്തൊക്കെ കഥകൾ നിങ്ങൾ നിർമ്മിച്ചു. അങ്ങനെയാണോ ബദറുണ്ടായത്? ഒരിക്കലുമല്ല. ബദറിന്റെ ചരിത്രം വേറൊന്നാണ്. ഒരു കൊള്ള സംഘവും ഇല്ല, ഒരു കച്ചവട സംഘവും ഇല്ല, വഴിയിലാരും കാത്തു നിന്നിട്ടില്ല. അത് മറ്റൊരു കഥയാണ്. അബൂ സുഫിയാനും അബൂ ജഹലും തമ്മിലുള്ള നേതൃതർക്കത്തിനൊടുവിലുണ്ടായ ഒന്നാണ് ബദർ. ആ കഥ നമുക്ക് പിന്നെ പറയാം. അബൂ താലിബ് എന്ന് പറയുന്ന മഹാവൃക്ഷത്തിന്റെ തണലിലാണ് നമ്മൾ ഇപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒന്നാമത്തെ കഥ, ഒന്നാമത്തെ സംഭവം, ആമിന പ്രസവിച്ചു. അബ്ദുള്ള അതിന് 2 മാസം മുമ്പേ മരിച്ചുപോയി. ആമിന പ്രസവിച്ച ദിവസം ആ വിവരം അറിഞ്ഞപ്പോൾ അബൂ താലിബ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ആ വർത്തമാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം പാലിച്ചു. എനിക്കൊരു മകൻ കൂടി ഉണ്ടായി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അബൂ താലിബ്, നിനക്ക് വിട്ടുതരില്ല, അവനെ ഞാൻ സംരക്ഷിക്കും. വാപ്പാക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, പക്ഷേ അവൻ എൻ്റെതാണ്, എൻ്റെ കുഞ്ഞായി വളർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അനുജൻ അത് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതുപോലെ എനിക്ക് തോന്നുന്നു. പലതവണ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇല്ല, അവൻ എൻ്റെ കുഞ്ഞാണ്, ഞാൻ വളർത്തും, അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. പക്ഷെ 8 വർഷങ്ങൾക്ക് ശേഷം അബ്ദുൽ മുത്തലിബ് മരിച്ചുപോയി. പിന്നെ ആ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ, നിയോഗം പോലെ മുഹമ്മദ് ഒഴുകി അബൂ താലിബിലെത്തി. മുഹമ്മദ് ഒഴുകി അബൂ താലിബ് എന്ന നദിയിൽ ലയിച്ചു. അങ്ങനെയാണ് മുഹമ്മദ് അബൂ താലിബ് മുഹമ്മദിനെ വളർത്തുന്നത്. തീർത്താൽ തീരാത്ത കടപ്പാടിന്റെ പേരാണ് അബൂ താലിബ്. നിങ്ങൾ റസൂലിനോട് പ്രിയമുള്ളവരാണോ? അബൂ താലിബിനോട് പ്രിയം വെച്ചേ മതിയാവും. നിങ്ങൾ പ്രവാചകനെ ഓർക്കുന്നോ? എങ്കിൽ അബൂ താലിബ് ഇല്ലാതെ എന്ത് ഓർമ്മയാണ് നിങ്ങൾക്കുണ്ടാവുക? നിങ്ങൾ പ്രവാചകന്റെ കീർത്തനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നോ? എങ്കിൽ അബൂ താലിബിന്റെ കീർത്തനങ്ങൾ ഒന്നാമതായി പറയണം. അബൂ താലിബിലൂടെയാണ് മുഹമ്മദ് ലോകത്ത് സമർപ്പിതനായത്. ഏതൊരു പുസ്തകത്തിനും ഒരു അവതാരികയുണ്ട്. മുഹമ്മദ് എന്ന മഹാഗ്രന്ഥത്തിന്റെ അവതാരികയുടെ പേര് അബൂ താലിബ് എന്നാണ്. ആമുഖമാണത്, പ്രവാചകന്റെ ആമുഖം. അതിനാൽ അബൂ താലിബിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. അത് മുഹമ്മദിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ അബൂ താലിബ് ഭക്ഷണത്തിൽ ഉപ്പെന്ന പോലെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. വേർതിരിക്കാൻ സാധ്യമല്ല. കടലിലെ വെള്ളത്തിന്റെ ഏത് ഭാഗമാണ് ഉപ്പുള്ളത്? എല്ലാ ഭാഗവും. എങ്കിൽ മുഹമ്മദ് എന്ന മഹാസമുദ്രത്തിൽ ലയിച്ചു ചേർന്ന ഉപ്പാണ് അബൂ താലിബ്. വേർപ്പെടുത്താൻ സാധ്യമല്ല നിങ്ങൾക്ക്. അത് മുഹമ്മദിന്റെ ഭാഗമാണ്. സ്വർഗത്തിൽ അത്യുന്നതരായ അമ്പിയാക്കളോടൊപ്പം സ്ഥാനമുള്ളയാളാണ് അബൂ താലിബ്. അബൂ താലിബിനെ മുസ്ലിമാക്കാൻ നിങ്ങൾ മെനക്കെടണ്ട. അബൂ താലിബിനെ നരകത്തിലയക്കാൻ കാത്തുകാത്ത് നിങ്ങൾ നരകത്തിലെത്താതെ സൂക്ഷിച്ചോളൂ. കാരണം അബൂ താലിബിന്റെ മറ്റൊരു പേരാണ് മുഹമ്മദ്. അബൂ താലിബ് ഇല്ലെങ്കിൽ മുഹമ്മദ് ഇല്ല. അങ്ങനെയാണ് ആ 2 ലയനങ്ങൾ സാധ്യമായത്. പ്രവാചകന്റെ ജീവിതത്തിലുടനീളം നമുക്കത് കാണാൻ സാധിക്കും. ഫാത്തിമ, മറ്റൊരു ഫാത്തിമയുണ്ട്, അത് ഖദീജയുടെ ഉമ്മയുടെ പേരാണ്. പക്ഷേ പ്രവാചകൻ ഖദീജയുടെ ഉമ്മയോടൊപ്പം തന്നെ അതേക്കാൾ എത്രയോ കൂടുതലായി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ, ഫാത്തിമയെ ഓർത്തിരുന്നു. ഫാത്തിമയുടെ കഥ പറയുകയാണെങ്കിൽ അത് തീരില്ല. ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് തീർന്നു പോകുമെന്ന് ഭയപ്പെട്ട് ആദ്യത്തെ പങ്ക് മുഹമ്മദിന് എടുത്തു വെക്കുമായിരുന്നു ഫാത്തിമ. തൻ്റെ മക്കൾ ഭക്ഷണം കഴിഞ്ഞ് പോരാഞ്ഞ് വേണമെന്ന് പറയുമ്പോഴും മുഹമ്മദിന്റെ ഭക്ഷണം തൊട്ടുപോകരുത്
എന്ന് താക്കീത് കൊടുക്കുമായിരുന്നു. അങ്ങനെ തൻ്റെ മക്കളിൽ ഒരാളായല്ല, തൻ്റെ മക്കളുടെ മേലുള്ള മറ്റൊരു മകനായി മുഹമ്മദിനെ ഫാത്തിമ വളർത്തി. ഒരിക്കലും മുഹമ്മദിനെ ശാസിക്കേണ്ടി വന്നിട്ടില്ലെന്ന് അവർ അഭിമാനപൂർവ്വം തൻ്റെ മക്കളെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ മുഹമ്മദിനെ, എനിക്കൊരിക്കലും മുഹമ്മദിനെ ശാസിക്കേണ്ടി വന്നിട്ടില്ല. റസൂലുള്ളാഹിനോട് അവർ പരിഭവം പറഞ്ഞിരുന്നു, എന്താണ് മോനെ നീ എന്നോട് ആവശ്യങ്ങളൊന്നും പറയാത്തത്? ഉമ്മ, എൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് പൂർത്തീകരിച്ചു തരുമ്പോൾ പിന്നെ ഞാൻ എന്ത് ആവശ്യം പറയാനാണ് എന്ന് റസൂല് തിരികെ ചോദിക്കും. വലുതായതിനു ശേഷവും ഫാത്തിമയിൽ നിന്ന് ഒരു ചുംബനം സ്വീകരിക്കാതെ പ്രവാചകൻ വീടിറങ്ങിപ്പോയിട്ടില്ല. എപ്പോഴും അങ്ങനെയാണ്. നാം ഓർക്കേണ്ടത് ആ കുടുംബത്തിൻ്റെ കഥയാണ് പ്രവാചകന്റെ ചരിത്രം. ആ കുടുംബത്തോടൊപ്പമായിരുന്നു പ്രവാചകന്റെ ജീവിതം. ആ കുടുംബമായിരുന്നു പ്രവാചകനെ പ്രവാചകനാക്കി ലോകത്തിന് സമർപ്പിച്ചത്. അതിനാൽ അബൂ താലിബിനെ പഠിക്കുക, അപ്പോൾ നമുക്ക് മുഹമ്മദിനെ പഠിക്കാം. അബൂ താലിബിനെ അറിയുക, അപ്പോൾ നമുക്ക് റസൂലുള്ളാഹിനെ അറിയാം. ആ ഒളി അബൂ താലിബ് എന്ന സുഷിരത്തിലൂടെയാണ് കടന്നു വരുന്നത്. അബൂ താലിബാണ് നമുക്ക് കണ്ണട, മുഹമ്മദാണ് കാഴ്ച.